അപ്പോൾ നിങ്ങൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നെങ്കിൽ സൂപ്പർ സൊമാറ്റോ വ്ളോഗ് നമ്പർ 121 പോയിട്ട് വരാം. ഗേറ്റ് ഓപ്പൺ ചെയ്യുക. മണി ഇപ്പോൾ കറക്റ്റ് 6:45 കഴിഞ്ഞ് 7 പോവുകയാണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എത്ര മണി? 16/2/2025 ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നല്ല പീക്ക് അവറാണ്. വൈകിട്ട് 6 to 10 എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ 500 കിട്ടും. ഈ 4 മണിക്കൂറിൽ 1 മണിക്കൂർ പോയി. മണി ഇപ്പോൾ 7 ആയല്ലോ. ഈ 3 മണിക്കൂറുണ്ട്. ഈ 3 മണിക്കൂറിൽ താമസം പിടിച്ച കൊള്ളായിരുന്നു. ശരി, ഓക്കെ, ബൈ, സി പോയിട്ട്. അപ്പോൾ ആദ്യം പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുര. അവിടെ നിന്ന് ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകും. കമോൺ ഗയ്സ്, കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ലൈവ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. പറ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് ശ്രീ ഐശ്വര്യ വഴുതക്കാട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ബാക്കറി ജംഗ്ഷൻ. ഇപ്പോൾ നേരെ അങ്ങോട്ട് വഴുതക്കാടല്ല, വഴുതക്കാട് ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരം അത്ര തന്നെ. ഇന്നത്തെ വൈബ് എന്ന് പറഞ്ഞ ഒരു നോർമൽ വൈബ്, വലിയ ആക്റ്റീവ് ഒന്നുമില്ല. ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും വ്ളോഗ് ചെയ്തിരുമ്പോൾ അല്ലേ. ഓക്കെ, വി ഹാവ് റീച്ച് ഐശ്വര്യ റെസ്റ്റോറൻറ്റ്. റീച്ച് ലൊക്കേഷൻ കൂടി റെഡിയായ. ഇപ്പോൾ റെഡി ആയിട്ടുള്ള 7 മിനിറ്റ് കാണിക്കുകയാണ്. അതൊരു വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി വന്നു. അപ്പോൾ എടുക്കാം. കമോൺ. മണി ഇപ്പോൾ 7:30 ആവറായി. 6 മണിക്ക് ലോഗിൻ ചെയ്തു. ആദ്യത്തെ 1 മണിക്കൂർ ഓർഡർ അടിച്ചില്ല. ഓർഡർ അടിക്കാത്ത കാര്യം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. അത് പറഞ്ഞു കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായത് ഷോർട്സൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മണി 7 ആയത്. വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഞായറാഴ്ച വീട്ടിൽ ഇരിക്കില്ലാണോ? എല്ലാം പുറത്തൊക്കെ നടക്കാനല്ലേ. ലീവ് നാൾ അതുമാ സായങ്കാലമാ എങ്ക കിളമ്പി പോറാங்க. ട്രാഫിക്. ശരി, ഓക്കെ, എല്ലാവർക്കും പുറത്ത് പോകണ്ടേ നമ്മളെപ്പോലെ അല്ലേ. അങ്ങനെ 7 മണിക്ക് ഞാൻ ജോലിക്ക് ഇറങ്ങി. ഫസ്റ്റ് ഓർഡർ 7:15 അടിച്ച് 7:30 മണി ആയപ്പോഴാണ് റെഡി വന്നത്. ഫസ്റ്റ് ഓർഡർ 6396. രത്തമൂറ് സുട്ട് മിച്ചം ഇരുന്നാലും. ഓക്കെ, പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെ അടുത്ത് തന്നെ വഴുതക്കാട് 1 കിലോമീറ്റർ ദൂരം വേണം. കൊണ്ടുപോകുന്ന ഐറ്റം ഇഡ്ഡലി ആൻഡ് മസാല ദോശയാണ്. ഫസ്റ്റ് ഓർഡർ ചെറിയ ഓർഡറാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ചെറിയ ഓർഡറാണ് നല്ലത്. രാവിലെ അങ്ങനെയായിരുന്നു. 3 മണിക്കൂറിൽ 3 ഓർഡർ ആയിരുന്നു. വലിയ ഓർഡർ, എല്ലാം ലോങ് 10 കിലോമീറ്റർ. അത് ഓർഡർ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടുമായിരിക്കും. ഇൻസെൻറ്റീവ് ഇല്ലല്ലോ. ഇൻസെൻറ്റീവ് ആവശ്യം മെയിനായിട്ട്. ആ ഇൻസെൻറ്റീവ് പൈസ ഉണ്ടെങ്കിൽ പെട്രോൾ പൈസ ആവുള്ളൂ. എന്നയ്ക്കും വിടാമുയർച്ചി. ഓക്കെ, വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ. ഇവിടെ അല്ലേ മീര ആണോ? മീരാണ്. അതിൽ MIR ആയിട്ടിരിക്കുന്നു. ഓക്കെ, ശരിയാണ്. ഓക്കെ, MER ആണ് മീര. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 21 പൈസയാണ്. ഇപ്പോൾ നേരെ വഴുതക്കാട് ജംഗ്ഷനിൽ നിൽക്കുക. അടുത്ത ഓർഡർ അടിക്കും എന്തായാലും, കുഴപ്പമൊന്നുമില്ല. കമോൺ ക്വിക്ക്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ശ്രീ ഐശ്വര്യ റെസ്റ്റോറൻറ്റ്. സെയിം റെസ്റ്റോറൻറ്റ്. ഇത് അവിടെ നിൽക്കുകയാണ് നമ്മളിപ്പം. 7989 അവിടെ അതിൻ്റെ ഓർഡർ 7989. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ പോകാം. നമ്മൾ യൂട്ടേൺ എടുക്കുന്നത് അവിടെ പോയിട്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നെട്ടയമാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 7.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ബിന്ദി മസാല. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞത് കവടിയാർ അമ്പലമുക്ക് പേരൂർക്കട നെട്ടയം മുക്കോല അവിടെയാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് വാഹനങ്ങൾ പതുക്കെ പോവുക. ഇവിടെ പണി കഴിഞ്ഞില്ല ഇതുവരായിട്ട്. റോഡൊക്കെ സൂപ്പറാക്കിട്ടാ. കുറച്ച് പണി ബാക്കിയുണ്ട് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ ആയിട്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെ മാനമേയ റോഡ്. നൈറ്റ് ലൈഫ്. ഗിത്താർ വാച്ചിന് കുറേ ആൾക്കാർ കൂടി നിൽക്കും. വേണമെങ്കിൽ ഇപ്പോൾ നിൽക്കാം, പാട്ട് കേട്ടോണ്ട്. സമയമില്ല, വാ പോവാം. സത്യം പറയല്ലേ, മൈൻഡിൽ ഒന്നും പറഞ്ഞില്ല. ശരി, നോക്കാം. എന്തെങ്കിലും കണ്ടന്റ് കേട്ടും കേട്ടായിരിക്കില്ല. ചുമ്മാ ഈ വ്ളോഗ് കാണിക്കാൻ പാടില്ല. ഓർഡർ എടുക്കുക കൊടുക്കുക, എന്തെങ്കിലും 4 കാര്യം പറയണ്ടേ. മോട്ടിവേഷൻ ആയിട്ടോ കോമഡി ആയിട്ടോ ചളുവായിട്ടോ എങ്കിലും രസമുള്ളൂ. എല്ലാമേ ഇനിമേ നല്ലാതെ നടക്കും, പട്ടാസ് സുമ്മാവേ കൊളുത്താമ വെടിക്കും. ഇങ്ങനെയൊക്കെ പാട്ട് പാടി ഒരു എൻജോയ്മെന്റ് മൂഡിൽ വരുള്ളൂ. നല്ല ഒരു വൈബ് അല്ലേ, അത് വരണം. ഇപ്പോൾ പാട്ടാണ് ഏറ്റവും ബെസ്റ്റ് ഒരു മെഡിസിൻ. അപ്പോൾ മാക്സിമം പാട്ട് പാടി ഡാൻസ് കളിച്ചാൽ മതി. നമ്മളെ സ്ട്രെസ് എല്ലാം മാറി കിട്ടും. സുവിശേ ഫോം ആവും. കമോൺ. അപ്പോൾ ഫോം ആയി കുറച്ചുകൂടെ. സൂപ്പർ ഫാറ്റിൽ അടിപൊളിയാക്കണം. നല്ല ലൈറ്റ് കിട്ടും. കോർഡൈൽ പ്രോപ്പർട്ടീസ്. കോർഡൈലാണ്. எல்லாமே இனிமே நல்லா தான் நடக்கும். லொக்கேஷன் எங்க இருக்கு மேப்புக்கு தான் தெரியும். வாசமல்லி வாசல் விச வாசரடியா. ഇവിടെ നിന്ന് 850 മീറ്റർ ദൂരം വെള്ളത്താറായി. കമോൺ ക്വിക്ക്. വാ രാജ വാ இந்த മുടുക്കുള്ള വാ. ബൈക്ക് തിരിക്കാൻ പറ്റുമോ? വലിയ കാര്യത്തിൽ പോകണം. തെറ്റായ വഴിക്കാരില്ലല്ലോ. ഇല്ല, കറക്റ്റായ വഴി തന്നെ. ഒരു ഹൊറർ വൈബാണല്ലോ ഇങ്ങോട്ട്. എൻ്റെ അമ്മോ തന്നെ. എവിടെയാണോ? അറിയാമോ നമ്മളെ? അടിപൊളി. ഓക്കെ, സന്തോഷം അല്ലേ. വീഡിയോ കാണാനുണ്ടോ സ്ഥിരമായിട്ട് വീഡിയോ? ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് നിങ്ങൾ. ഓക്കെ, പറ. ലൈഫ് അടിച്ച് പഠിക്കണം ജോലിയാ? ബിടെക്. സൂപ്പർ. ശരി, ബൈ, കാണാം. അപ്പോൾ നമ്മൾ LAPG ഗ്യാങ് ആണ്. കസ്റ്റമർ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ശരി, നമ്മളിതാ പോണ്. ഓക്കെ എന്തൊരു കുറേ ഇത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞാൽ 90 രൂപ 79 പൈസയാണ്. ഇപ്പോൾ അടുത്ത ഓർഡർ അടിക്കാനുണ്ടെങ്കിൽ പേരൂർക്കട ജംഗ്ഷനിൽ തന്നെ പോകണം. ഓക്കെ, നമ്മൾ പേരൂർക്കട ജംഗ്ഷനിലുണ്ട്. ഇവിടെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഐശ്വര്യമായിട്ട് 3ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ആം പിക്കിംഗ്. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എടുക്കാം. വലിയ കടൽ റെസ്റ്റോറൻറ്റ് കുഴിമന്തി. ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ട്? അറബിക് ഐറ്റം ഉണ്ട്, ജ്യൂസ് ആൻഡ് ഷേക്സ്, ഷവായി, ഷവർമ ഉണ്ട്. 0132 DNA. ഓക്കെ, പോന്നാ. അങ്ങനെ 3ാമത്തെ ഓർഡർ പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുല്ലശ്ശേരി കരകുളം. ഇവിടെ നിന്ന് കറക്റ്റ് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മസാല ദോശയാണ്. എല്ലാം വെജിറ്റേറിയൻ ആയിരിക്കണം. എന്ത് പറ്റി എല്ലാവരും വെജിറ്റേറിയനിൽ മാറിയാ? ഇന്ന് ഞായറാഴ്ചയായിട്ട് വെജിറ്റേറിയനാണ്.
ഈ തറവാട്ടിൽ കുടിക്കേ കല്യാണ രാവിലെ ഇൻസെന്റ് പറയുമ്പോൾ ഈ തറവാട്ടിൽ കുടിക്കുക. അതുപോലെ എല്ലാം മസാല ദോശ വെജിറ്റേറിയൻ ഞാൻ ഓർഡർ ചെയ്യും. സാറ് ഡെലിവറി ബോയ് ശബരിമലയിൽ മാറിടാൻ നേരത്തെ ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഓർഡർ മാത്രമേ കിട്ടുള്ളൂ. ഇനി അങ്ങനെ ഒരാണോ എന്ന് തോന്നി. അങ്ങനെ ആയിരിക്കില്ല, എന്തോ ഒരു പാറ്റേൺ അങ്ങനെ ഓർഡർ വെച്ച് പോവാണ്. പട്ടം വെള്ളയാമ്പലം പേര് കൂടെ നെടുമ്പങ്ങാട് ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ കയറിയാലോ ചുമ്മാ ഒരു കാര്യമില്ല. അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല, ജോലി അടക്കല്ലേ, എവിടെ കറങ്ങാൻ. ഓ ബാക്കിൽ നിന്ന് വണ്ടി പറഞ്ഞാൽ ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. പയ്യെ കയറി. നമ്മൾ ഈ ബസ് നിൽക്കുമ്പോൾ ടക്കനെ ഓർഡർ ചെയ്യാൻ പാടില്ല ബസ്സിന്, കാരണം ബാക്കിൽ നിന്ന് വണ്ടി റൈറ്റ് പിടിച്ച് വരെയാണ്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ പണി കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയാണ് ഓർഡർ ചെയ്യേണ്ടത്. കുറേ പേർക്ക് ഇത് അറിഞ്ഞൂടാ, അതുകൊണ്ട് പറയണേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കരവളത്തിലുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. വേങ്ങോട് റോഡ് എന്ന് പറയും. ഇതാണ് വേങ്ങോട് റൂട്ട്. ഇവിടെ നേരെ പോകണ ഒരു സ്കൂളുണ്ട്. അവിടെ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻ എത്തും. ആ ജിങ് ചിക്ക, ആ ചക്ക ജിങ് ചിക്ക, എന്തൊക്കെ ട്രെൻഡിങ് പാട്ട് വരും റീൽസ്, അതൊക്കെ നമ്മൾ പാടിക്കൊണ്ടിരിക്കും നമ്മളെ ബ്ലോഗിൻ്റെ അകത്ത്. ഇവിടെയാണ് മാപ്പ് കാണിക്കണത്. ഇവിടെ വീടുണ്ടോ? ഒരു വീടുണ്ട്, അത് തന്നെ വീട്. അപ്പോൾ ഒരു പട്ടി നിൽക്കണം, ഒന്നും ചെയ്യൂല നമ്മളെ ഉള്ള പട്ടി. ബാക്കി എന്ന് പറഞ്ഞോടെ കുറച്ച് ഫ്രണ്ടിൽ പോയിക്കോ, ഇല്ലേ ശരിയാവില്ല. നമ്മളതിൽ ഫുഡ് ഇരിക്കണം. പട്ടി പറഞ്ഞാൽ പോയാ ഇവിടെ അല്ലേ സൊമാറ്റോ ഓർഡർ ചെയ്ത ബീന ഇവിടെ അല്ലേ, വിളിച്ചു നോക്കട്ടെ. ആ പട്ടി പാവം കേട്ടോ, ഒന്നും ചെയ്തില്ല, ചുമ്മാ അടുത്ത് വന്ന് ഇതാ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണം. നല്ല പട്ടി കേട്ടോ. ആ ഹലോ സൊമാറ്റോ ആണേ. ആ താഴോട്ടിറങ്ങണോ? ഓക്കെ. ഈ മുടുക്കാണ് കസ്റ്റമർ പറഞ്ഞത്. ഇങ്ങോട്ട് കയറാം. വണ്ടി വിളയ്ക്കാൻ പറ്റിയാൽ മതിയായിരുന്നു അല്ലേ? പറ്റുമായിരിക്കാം. ഇതെവിടെ പോകണം നമ്മൾ? കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ. അവിടെ വണ്ടി വിളയ്ക്കാൻ പറ്റുമോ നോക്ക് സുധീഷ. പോയി പെട്ടു പോവല്ലേ. ആ വണ്ടി വിളയ്ക്കാൻ പറ്റുമെന്ന് തോന്നണം. ഇവിടെ അല്ലേ? ഓക്കെ. 172. ഗൂഗിൾ പേ ക്യാഷാണോ? ശരി, ചില്ലറ നോട്ടെ. ഓക്കെ ശരി. ഓക്കെ, ഫോൺ പേ വഴി ചെയ്തിട്ടുണ്ട്. ബാലൻസ് ചില്ലറ കൊടുക്കാൻ എൻ്റെ പേഴ്സ് ഇല്ല. വണ്ടി വിളക്കിയാണ് ഏറ്റവും ടാസ്ക്കുള്ള കാര്യം. നോക്കാം, അതൊക്കെ വിളയ്ക്കാൻ വിഷയമില്ല. കഷ്ടപ്പാട് തന്നെ വിളയ്ക്കാം. കുഴപ്പമില്ല. ഇവിടെ തന്നെ വിളയ്ക്കണോ? ഇങ്ങനെ ഇതൊക്കെ ചെറിയ മുടുക്ക് നടന്നു വന്നാൽ മതിയായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ വളച്ചോടിച്ച് പഠിച്ചാലേ സ്കിൽ ഡെവലപ്പ് ആവുള്ളൂ, ബൈക്കിംഗ് സ്കിൽ അല്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 68 രൂപ 21 പൈസയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ ഒരു 10 മിനിറ്റ് ആയി. ഓർഡർ അടിച്ച് കെസ്റ്റൺ റോഡ് KFC. സൂപ്പർ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. റെഡിയെന്ന് റെഡിയായി കാണില്ല. അപ്പോൾ ചോദിക്കാം. KFC ഫുൾ ഫോം എന്ന് പറയുമ്പോൾ കാത്ത് കിടന്നാൽ ഫുഡ് കിട്ടില്ല. അതാണ് KFC. ദൈവമേ, റെഡി ആയിരിക്കണേ. റെഡി കൊടുത്തിരിക്കണവന്മാർ. ക്യാമറ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തരുമായിരിക്കും അല്ലേ? 2 മിനിറ്റ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓർഡർ 2 സാധനം ഉണ്ടല്ലോ. ഇത് എന്താണെന്നൊക്കെ ഉണ്ട്. 2 പാർസലാണോ? ശരി, ഓക്കെ. ഓർഡർ പിക്ക്ഡ്. കുഴപ്പമില്ല, പെട്ടെന്ന് സാധനം കിട്ടിയിട്ടോ. തിരക്കില്ലല്ലോ, അതുകൊണ്ടാണ്. തിരക്കാണെങ്കിൽ ഇന്ന് നേരം വിളിത്തന്നെ, 1/2 മണിക്കൂറായനെ. അപ്പോൾ നമ്മൾ പോയ ലൊക്കേഷൻ കുടപ്പനംകുന്നാണ്. ഇവിടെ കറക്റ്റ് 5.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ഫ്രൈ അല്ല, ക്രിസ്പി ചിക്കൻ. മണിപ്പോൾ കറക്റ്റ് 9:10 ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഒറ്റ മനുഷ്യനെ കാണാനില്ല. പ്രാതവല ഉണ്ടോ എന്തോ. ഭാവിയിൽ നല്ല പൈസ ഉണ്ടെങ്കിലേ ഒരു ഹൊറർ സിനിമ എടുക്കാം, സൂപ്പറായിട്ട് നമ്മളെ സ്റ്റൈലല്ലേ. കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൂർ പോവാണ്. ടൂറിന് ഇവിടെ വ്ളോഗും ഉണ്ട്. നല്ല കുറഞ്ഞ വിലയ്ക്ക് ഒരു വില്ല കെട്ടയാണ്. വില്ലയല്ല, കോട്ടേജ്. അപ്പോൾ ആ കോട്ടേജ് ഇത്രയും കുറഞ്ഞ വില കെട്ടാൻ കാരണം അവിടെ എന്തോ സംഭവമുണ്ട്. അതാണ് കഥ. മനസ്സിലായ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അങ്ങനെ ആ കോട്ടേജ് വാടകയ്ക്ക് എടുത്ത് താമസിക്കുമ്പോൾ രാത്രി. ബാക്കി കഥ നാളെ പറയാം. ഇവിടെയാണോ? ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞത് 68 രൂപ 90 പൈസയാണ്. മണി ഇപ്പോൾ 9:20 ആയി. 9:20 ആയല്ലോ. ഇത് ഭയങ്കര മോശമാട്ടോ ഇൻസെൻറ്റീവിന് കാര്യമേ. ഓർഡർ തീരെ കുറവ്. ഉച്ചയ്ക്കൊന്നും ഒന്നും അടിച്ചില്ല. അപ്പോൾ 3 ഓർഡർ അടിച്ചോളൂ. അതുകൊണ്ട് 9 ഓർഡർ എടുക്കണം. 9 ഓർഡർ എടുത്താൽ 250 ഇൻസെൻറ്റീവാണ്. നമ്മൾ മൊത്തം എത്ര 7 ഓർഡർ എടുത്ത്. ഇന്നലെ രാത്രി ഇതുപോലെ ഓർഡർ അടിക്കാൻ 12 മണിയിൽ വെയിറ്റ് ചെയ്തു. 10 മണിയിൽ ഷിഫ്റ്റുള്ള എനിക്ക്. പിന്നെ 2ാമതൊരു കിക്ക് ഓൺ ചെയ്ത് 12 മണിയിൽ ചുമ്മാ കുറ്റിയടിച്ചിരുന്നു. ആ 1 മണിക്കൂർ തമ്പാനൂർ പോയി, ഓർഡർ അടിച്ചില്ല. പിന്നെ അവിടെ നേരെ പാളയം പോയി, അവിടെ നിന്ന് ഓർഡർ അടിച്ചില്ല. ഞാൻ കറങ്ങി നടന്നപ്പോൾ ഒരു ഓർഡർ ലാസ്റ്റ് കിട്ടി 10:45 മണിയായപ്പോൾ. ആ ഓർഡർ കൊടുത്ത് വന്നപ്പോൾ കറക്റ്റ് വീട്ടിൽ 12 മണിയായി. ഇതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ. വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ 12 മണിയാവണം. ഓക്കെ, ഐശ്വര്യമായിട്ട് 6ാമത്തെ ഓർഡർ, 8ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. കിങ്സ് റെസ്റ്റോറൻറ്റ്. അടുത്തതാ 003. ക്വാർട്ടർ ഷവായ ലൈം ജ്യൂസ്. മറ്റേ കോംബോ ലൈം കടയൊക്കെ മാറ്റിയപ്പോൾ കൊള്ളാമല്ലോ. കോംബോ ലൈം ഉണ്ടേ. അപ്പോൾ ഓർഡർ ഐറ്റം എന്ന് പറയുന്നത് ക്വാർട്ടർ ഷവായ, 2 പൊറോട്ട, പിന്നെ ഒരു ലൈം, പിന്നെ ഒരു കോംബോ ലൈം. അങ്ങനെ മൊത്തം 2 ലൈമുണ്ട്. ഇപ്പോൾ ലൈം എടുക്കേണ്ട ഇവിടെ നിന്നാണ് പറയണത്. പണ്ട് ഇവിടെ ഒരു ഷോപ്പ് ഇല്ലായിരുന്നു, ഇപ്പോൾ സെപ്പറേറ്റ് മാറ്റിക്കണം അവിടെ നിന്ന്. അപ്പോൾ ശരി, ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുക്കോലയാണ്. ഇവിടെ കറക്റ്റ് 5.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് നേരത്തെ പറഞ്ഞത് തന്നെ. പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ട സമയമാണ്. ഇപ്പോൾ ഈ വിലപ്പെട്ട സമയത്തിനുള്ളിൽ നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് ഉള്ളൂ. അതാണ് ആലോചിക്കണം എന്ത് ചെയ്യാന്നുള്ളത്. ഇവിടെയാണോ ദിലീപ് അല്ലേ? ഓക്കെ, ശരിയാണ്. മണിപ്പോൾ കറക്റ്റ് 9:45 ആയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് സമയമുണ്ട്. ഈ 15 മിനിറ്റിൽ ഒരു ഓർഡർ അടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്, നോക്കാം.
പക്ഷേ അങ്ങോട്ട് പോകണം സോണിൻ്റെ അകത്ത്, അതല്ലേ വിഷയം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പോവുകയാണ്. നമുക്കിനി കറക്റ്റ് 15 മിനിറ്റ് സമയമുണ്ട്. ആ 15 മിനിറ്റിൽ 8 മിനിറ്റ് ട്രാവലിംഗ് പോയി കഴിഞ്ഞാൽ ബാക്കി 7 മിനിറ്റ് ഉണ്ട്. ആ 7 മിനിറ്റിൽ സോണിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് അടിക്കും സൂപ്പറായിട്ട്. അപ്പോൾ ഈ ഒരു ടാസ്ക് ജയിക്കോ തോക്കുന്നുള്ളത് എൻ്റെ കയ്യിലില്ല, അത് എല്ലാം സൊമാറ്റോ കയ്യിലാണ്. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 9:55 ആയിട്ടുണ്ട്. നമ്മൾ റീച്ച് ആയിട്ടുണ്ട് കുറവോണത്ത്. അപ്പോൾ ഇനി 5 മിനിറ്റ് സമയമുണ്ട്. 5 അല്ല, ഒരു 10-15 മിനിറ്റ് സമയം വരും. കാരണം 10 മണി കറക്റ്റായിട്ട് ഓഫിൽ ആവില്ല, ഒരു 10 വരെ പോകും. അല്ലെങ്കിൽ ഗിഗ് ബുക്ക് ചെയ്യണം 10 to 11 വരെ. ഗിഗ് ഉണ്ട്, ശരി നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 9ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് ഐശ്വര്യമായിട്ട്. അപ്പോൾ ഇൻസെൻറ്റീവ് നമുക്ക് അടിച്ചിട്ടുണ്ട്. വിഷയമില്ല എന്താ അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ജോലി കറക്റ്റാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഫലം കിട്ടും. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ റെഡിയായ 7 മിനിറ്റ് ആവും. ഓക്കെ, റെഡിയായി, വാ പോയി എടുക്കാം. 1935 ലൈം അപ്പുറത്ത്. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ക്വാർട്ടർ ഷവായ, 2 കേരള പൊറോട്ട, ലൈം ഉണ്ട്, ലൈം അപ്പുറത്ത് വേഗം പറഞ്ഞു. ഓക്കെ, പിക്കഡ് ഓർഡർ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ലാസ്റ്റ് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അമ്പലമുക്കോട് നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 10 മണിയായി. ഓക്കെ, ഇങ്ങനെ കസ്റ്റമർ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ എവിടെ മാപ്പ് കാണിക്കണത്? അമ്മോ, ആരും നിൽക്കണത്? ഞാൻ പാവമാണ്, ഓർഡർ കൊടുക്കാൻ വന്നതാണ്, എന്നൊന്നും ചെയ്യില്ല കേട്ടല്ലോ. നിനക്ക് നിൻ്റെ ജോലി, എനിക്ക് എൻ്റെ ജോലി. നല്ല മാടൻ പട്ടി കേട്ടോ, സൈസ് കണ്ട. ഒരു കാടി വച്ച് കഴിഞ്ഞാൽ തീന്ന് നോക്കണ്ട, കുറച്ച് ബാക്കിലോട്ട് വാ, അടുത്ത് പോകണ്ട. ഉറങ്ങിയാ ശരി. ഓക്കെ, 40C എവിടെ വരും? 40B ഒക്കെ വരണം. എന്തായാലും ഇവിടെ അല്ല പറഞ്ഞത്, 40C. മിക്കവാറും പട്ടി കിടന്ന മുടുക്കായിരിക്കും. അങ്ങോട്ട് കയറണോ? പട്ടി കടിക്കോ? ശരി, വാ പയ്യെ കയറാം. അതൊന്നും ചെയ്യില്ല അല്ലേ? പട്ടി എണ്ണ ഒന്നും ചെയ്യില്ല. ഞാൻ പാട്ടിന് ജോലി കഴിച്ച് പോകുന്ന വഴിയാണ്. ഓക്കെ, ഇവിടെയാണോ? താങ്ക് യു. ഇത് ഇനിയുണ്ട്, ലൈമുണ്ട്. ഓക്കെ എന്നാൽ ശരി. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. അപ്പോൾ ഇതോടെ നമ്മൾ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകുമ്പോൾ സമയമായി. വീട്ടിൽ മെസ്സേജ് അയച്ചത് സാധനം വാങ്ങണം പറഞ്ഞിട്ട് നോക്കട്ടെ ഒരു മിനിറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. പൊറോട്ട വാങ്ങാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങേണ്ടത് പേസ്റ്റ്, ചൂടൻ പാല്, പിന്നെ പശുവിന് സ്നാക്സ്. ഇത്ര ഐറ്റം വാങ്ങാനുണ്ട് പോണ വഴിക്ക്. ശരി, വാങ്ങിച്ച് പോകുമ്പോൾ. കമോൺ കൊയ്ക്ക് ഒരു 10 പൊറോട്ട. ചേട്ടാ, അന്ന് ഒരു പൊറോട്ട വാങ്ങിച്ചാൽ 8 പൊറോട്ട, അത് 7 ഉള്ളായിരുന്നുള്ളൂ. ആഹാ, ഒന്ന് കുറവായിരുന്നു. ഓക്കെ, അങ്ങനെ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് ഒരു 10 പൊറോട്ടയാണ് പറഞ്ഞത്. അന്നൊരു പൊറോട്ട കുറവായിരുന്നു കഴിഞ്ഞ വർഷം വാങ്ങിച്ച സമയത്തെ. അപ്പോൾ ആ ഒരു കുറവ് ഈ പ്രാവശ്യം ഒന്ന് വെച്ച് എക്സ്ട്രാ വന്നായിട്ട്. ഓക്കെ, മൊത്തം 11 പൊറോട്ട വാങ്ങിച്ച്. ഇനി വാങ്ങേണ്ടത് പാലും പേസ്റ്റും പിന്നെ ചൂടം. പാലുണ്ടാ ഒരു 2 പാല്. പിന്നെ വന്നിട്ട് ടൂത്ത് പേസ്റ്റ് ഒന്ന് ചൂട ഒരു പാക്കറ്റേ. മുറുക്ക്, പക്കാവട, മിച്ചർ, ഇത് മതി, കേക്ക് മതി. 137. ഓക്കെ പോടാ, ഗുഡ് നൈറ്റ്. നമ്മളെ ഷോർട്സ് ഫേമസ് ആയിട്ടാ. മറ്റേ പഴം കഴിച്ചാൽ പഴമുണ്ണി ആയിപ്പോന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇവർ കണ്ടിരിക്കുന്നു. ഓക്കെ, രാമ വീട്ടിലേക്ക് വന്നാച്ച്. അപ്പോൾ താങ്ക് യു ബ്ലാക്ക് ബൈസൺ, നല്ലപോലെ ഓടി സമ്പാദിച്ചതിനോട്. ഇൻസ്റ്റൻറ്റ് അടിച്ച് എങ്ങനെയൊക്കെയോ. അപ്പോൾ പൊറോട്ട സാധനം ലാസ്റ്റ് ഒരു ഓർഡർ അടിക്കാൻ താമസിച്ചെങ്കിൽ രാത്രി 11 മണിയായനെ കറക്റ്റ് അടിച്ച്. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് പൊറോട്ട ആൻഡ് വീട്ടിൽ വെച്ച കോഴിക്കറി. കോഴിന്റെ മണ്ണം. അപ്പോൾ കഴിച്ചാ? ഓക്കെ, ഞാൻ കഴിക്കാൻ പോകുന്ന നല്ല വിശപ്പുണ്ട്. 2 പൊറോട്ട ഉണ്ട്, നല്ല വലിയ പൊറോട്ട അല്ലേ. ആദ്യം വലിയ തുണ്ട് പൊറോട്ട എടുക്കുക, എന്നിട്ട് ഈ കോഴിക്കറിയിൽ ഇങ്ങനെ മുക്കുക, എന്നിട്ട് ഈ കഷ്ണത്തിന്റെ ചെറിയ പീസ് എടുത്ത് ഇങ്ങനെ വയ്ക്കുക. കഴിക്കാം. സൂപ്പർ. എന്താ ഞാനാണ് വെച്ചത് പറ. ഈ കോഴിക്കറി ഉണ്ടാക്കിയത് എൻ്റെ ഭാര്യയായ വാണിയാണ്. പറഞ്ഞു മതിയാ? സൂപ്പറായി, നല്ല കോഴിക്കറി. ഈ കോഴിക്കറി ഇല്ലെങ്കിൽ ഈ പൊറോട്ട ഒന്നുമില്ല. ഈ കോഴിക്കറിയാണ് പൊറോട്ട ടേസ്റ്റ് കൂടിയത്. സൂപ്പർ. ചുമ്മാ പറഞ്ഞല്ല, കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ ഈ പൊറോട്ട ഇറച്ചിയും കഴിച്ചിട്ട് കുറച്ച് TV ആണ്. സിനിമ ഉണ്ട്. എന്ത് വേണേ? മാർക്കോ സിനിമ ആണ്. മാർക്കോ സിനിമ കുറേ വയലൻസ് ഉണ്ട്. ശരി, വൈകിട്ട് ഉറങ്ങി കാണാം. നീ ആ പടം കാണാൻ പാടില്ല, ഭയങ്കര വയലൻസ് ആണ് പടം. ശരി, അപ്പോൾ അതിൻ്റെ സമയം വേറെ ഒന്നും പറയാനില്ല. ഇന്നത്തെ വ്ളോഗ് സൂപ്പറായിരുന്നു. നല്ലപോലെ ഇൻസെൻറ്റീവ് അടിച്ച് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഒന്ന് നല്ലപോലെ കാപ്പി ഓടിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഉള്ളത് കൊണ്ട് നല്ല സൂപ്പറായിട്ട് ജീവിക്കുകയാണ്, ഹാപ്പി ആയിട്ട്. നമ്മൾ ചെയ്യാൻ ജോലി കറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം എല്ലാം മാറും എന്ന് വിശ്വസിച്ച് പോകണം, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. ഗൈസ് കറക്റ്റാക്കി നിൽക്കണം. വാ പതുക്കെ പറയണം. ഇറച്ചി കയറിയാണ് കണ്ണി വീണ പണി കിട്ടും. സഹിക്കാൻ പറ്റും.